കഴിഞ്ഞ സ്ലൈഡിലപ്പോൾ എന്താ ചെയ്തത്, നമ്മളുടെ ഇഷ്യൂ ഓഫ് ബോണസ് ഷെയർസ് ഔട്ട് ഓഫ് പ്രീ അക്വിസിഷൻ പ്രോഫിറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ പ്രോഫിറ്റ് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പം ട്രീറ്റ്മെൻറ്റ് വരിക എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി അപ്പോൾ നമുക്ക് ഈ ഒരു കറണ്ട് ഇയർ പ്രോഫിറ്റ് യൂസ് ചെയ്തുകൊണ്ട് ബോണസ് ഷെയർസ് വരുമ്പം അതെങ്ങനെയാണ് അതിന് എഫക്റ്റ് വരുന്നത് എന്നുള്ളതാണ് ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ റവന്യൂ പ്രോഫിറ്റ് യൂസ് ചെയ്തുകൊണ്ട് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അത് നമ്മളുടെ ഹോൾഡിംഗ് കമ്പനിയുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോൾഡിംഗ് കമ്പനിക്ക് സബ്സിഡിയറി കമ്പനിയുടെ ഷെയർ റവന്യൂ പ്രോഫിറ്റിലുള്ള പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ഷെയർ അത് കുറയ്ക്കും, റെഡ്യൂസ് ചെയ്യും. ഹോൾഡിംഗ് കമ്പനിക്ക് കറണ്ട് ഇയർ സബ്സിഡിയറി കമ്പനിയുടെ കറണ്ട് ഇയർ പ്രോഫിറ്റിലുള്ള പാർട്ട് അല്ലെങ്കിൽ റവന്യൂ പ്രോഫിറ്റിലുള്ള പാർട്ടിൻ്റെ ഷെയർ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് എഫക്റ്റ് വരുന്ന രണ്ട് ഏരിയ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് കൺട്രോൾ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസർവ് കാൽക്കുലേഷനിലും ആൻഡ് മൈനോറിറ്റി ഇൻട്രസ്റ്റിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഏരിയയിലും ആണ് വരിക. നമ്മൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് യൂസ് ചെയ്തുകൊണ്ട് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു, അത് നമ്മൾക്ക് കൺസിഡർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ബാലൻസ് ഷീറ്റിലേക്ക് വരുമ്പോൾ സെയിം എഫക്റ്റാണ് വരിക. കാരണം അത് ട്രീറ്റ് ചെയ്താലും ഇല്ലെങ്കിലും സെയിം ആൻസറാണ് വരിക. പക്ഷേ ഇവിടെ കറണ്ട് ഇയർ പ്രോഫിറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് ബോണസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ സെർട്ടൻ എഫക്റ്റ് തന്നെ വരുന്നുണ്ട്. നമുക്ക് കൺസിഡർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആൻസർ റോങ് ആവും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇവിടെ ക്വസ്റ്റ്യൻ പി ലിമിറ്റഡ് ആൻഡ് ക്യൂ ലിമിറ്റഡ് തന്നെയാണ് തന്നിട്ടുള്ളത്. തന്നിട്ടുള്ള ഐറ്റം എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റ് ഉണ്ട്, ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എത്ര എന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളത് നോക്കുക. ക്യൂ ലിമിറ്റഡ് ഹാസ് എ ബാലൻസ് ഇൻ ജനറൽ റിസർവ് 20,000 അറ്റ് ദ ടൈം ഓഫ് അക്വിസിഷൻ ഓഫ് ഷെയർസ്. ചില ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് അക്വിസിഷൻ്റെ ഡേറ്റ് ആയിരിക്കും തരുന്നുണ്ടാവുക. അത് വെച്ചിട്ടാണ് നിങ്ങൾ ക്യാപിറ്റൽ പ്രോഫിറ്റ് എത്ര, റവന്യൂ പ്രോഫിറ്റ് എത്ര എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ചില ക്വസ്റ്റ്യനിൽ ഇതുപോലെ അക്വിസിഷൻ ഡേറ്റിലുള്ള ജനറൽ റിസർവോ അല്ലെങ്കിൽ പി ആൻഡ് എൽ ബാലൻസ് ഡയറക്റ്റായിട്ട് തരും. അതായത് ക്യാപിറ്റൽ പ്രോഫിറ്റ് എത്ര എന്നുള്ളത് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് തരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട് അക്വിസിഷൻ ഡേറ്റിൽ ജനറൽ റിസർവ് 20,000 ആണ്. അപ്പോൾ എത്രയാണ് ക്യാപിറ്റൽ പ്രോഫിറ്റ് 20,000 ആണ്. ജനറൽ റിസർവിൻ്റെ ടോട്ടൽ ബാലൻസ് 20,000 തന്നെയുള്ളൂ. അപ്പോൾ ടോട്ടൽ ക്യാപിറ്റലായിട്ടാണ് നോക്കേണ്ടത്. ആൻഡ് Q Limited capitalized 10,000 out of profit earned after the acquisition of its shares by P Limited by making a bonus issue of 1 share for every 5 shares held. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു കമ്പനി സബ്സിഡിയറി കമ്പനി അതിൻ്റെ പോസ്റ്റ് അക്വിസിഷൻ പ്രോഫിറ്റ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റവന്യൂ പ്രോഫിറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ പ്രോഫിറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ബോണസ് ഇഷ്യൂ നടത്തിയിരിക്കുന്നത്. പോസ്റ്റ് അക്വിസിഷൻ അല്ലെങ്കിൽ റവന്യൂ പ്രോഫിറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ്. എത്ര എമൗണ്ട്, 10,000 വർത്ത് ബോണസ് ഇഷ്യൂ ആണ് കമ്പനി ചെയ്തിരിക്കുന്നത്. അവിടെ തന്നിട്ടുണ്ട് ഇഷ്യൂ ഓഫ് 1 ഷെയർ ഫോർ എവറി 5 ഷെയർസ് ഹെൽഡ്. കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ടായിരുന്നില്ല, ഈ ഒരു ക്യാപിറ്റലൈസ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ബോണസ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന എമൗണ്ട് ഡയറക്റ്റ്ലി തന്നിട്ട് ആയിരുന്നില്ല. എങ്ങനെയാണ് പറഞ്ഞിരുന്നത്, അവിടെ 1/4 ആണെന്നുള്ളത് ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഏരിയയിലാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് 10,000 ആണ് ബോണസ് ഇഷ്യൂ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇനി അതല്ല ഈ ഒരു എമൗണ്ട് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കമ്പനിയുടെ ടോട്ടൽ ഷെയർ ക്യാപിറ്റൽ 50,000 ആണ്. 50,000 ഇൻറ്റു 1/5 ചെയ്താലും നിങ്ങൾക്ക് എത്ര തന്നെ കിട്ടും, 10,000 തന്നെ കിട്ടും. ഈ എമൗണ്ട് ഇവിടെ തരണം എന്നില്ല. അതല്ല 50,000 ഷെയർ വാല്യൂ എന്ന് പറയുന്നത് ഓഫ് ₹10 ഈച്ച് ആണ്, വിച്ച് മീൻസ് അവിടെ 5,000 ഷെയർസ് ആണുള്ളത്. ആ 5,000 ഇൻറ്റു 1/5 ചെയ്താൽ 5,000 ഷെയർസിന് കിട്ടും. 1/5 ചെയ്താൽ 1,000 ഷെയർസ് കിട്ടും. 1,000 ഷെയർസ് ഇൻറ്റു ഫേസ് വാല്യൂ ₹10 ചെയ്താലും നിങ്ങൾക്ക് 10,000 എന്നുള്ള എമൗണ്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 10,000 ഇവിടെ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യുക, ടോട്ടൽ വാല്യൂ ഇൻറ്റു
1/5. ഈ ക്വസ്റ്റ്യനിൽ 1/5 എത്ര ടോട്ടൽ ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ആൾക്ക് എത്ര എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. 5 ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന ഒരാൾക്ക് 1 ഷെയറാണ് ബോണസായിട്ട് കൊടുക്കുന്നത്. ഇത്രയാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ ഒരു പി ആൻഡ് എൽ എന്ന് പറയുന്നത് റവന്യൂ ആണ്, ജനറൽ റിസർവ് എന്ന് പറയുന്നത് ക്യാപിറ്റലാണ്. ഇനി സാധാരണ പോലെ നിങ്ങൾ ഷെയർസ് കാൽക്കുലേറ്റ് ചെയ്യുക. റവന്യൂ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? പി ആൻഡ് എൽ അക്കൗണ്ട് ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന പി ആൻഡ് എൽ അക്കൗണ്ട് ബാലൻസിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ബോണസ് ഷെയറിൻ്റെ പാർട്ട് ലെസ് ചെയ്യുക. ബോണസ് ഷെയർസിൻ്റെ പാർട്ട് എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യനിൽ 10,000 തന്നിട്ടുണ്ട്. അതർവൈസ് 50,000 ഇൻറ്റു 1/5 ചെയ്താലും 10,000 ആണ്. അത് കഴിഞ്ഞിട്ടുള്ള പാർട്ടാണ് റവന്യൂ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ സാധാരണ പോലെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ക്യാപിറ്റൽ പ്രോഫിറ്റിൽ ജനറൽ റിസർവ് മാത്രമാണ് തന്നിട്ടുള്ളത്, അതിനെയും ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ദെൻ കോസ്റ്റ് ഓഫ് കൺട്രോളിൽ എഫക്റ്റ് വരും. അവിടെ നിങ്ങൾ വാല്യൂ ഓഫ് ഷെയർസ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് ഷെയർസിൽ നിന്ന് നോമിനൽ വാല്യൂ ഓഫ് ഷെയർസ് ലെസ് ചെയ്യുക, പ്രോഫിറ്റ് ലെസ് ചെയ്യുക. അതിനോടൊപ്പം ഈ ഒരു ബോണസ് ഷെയർസിൻ്റെ പാർട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ബോണസ് ഷെയർസിൻ്റെ ഹോൾഡിംഗ് കമ്പനീൻ്റെ ഷെയർ ഇവിടെ 4/5 ആണ്. ഈ ഒരു എമൗണ്ട് കൂടെ ലെസ് ചെയ്താൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ റിസർവ് അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് കൺട്രോൾ കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഔട്ട്സൈഡർ ഷെയർ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ പ്രോഫിറ്റ്, ക്യാപിറ്റൽ പ്രോഫിറ്റ് അതിൻ്റെ രണ്ടിൻ്റെ പാർട്ട്, ബോണസ് ഷെയർസിൻ്റെ ബാക്കി 10,000ൻ്റെ ബാക്കി 1/5 പാർട്ട് ഇത് ആഡ് ചെയ്യുക. അപ്പോൾ ബോണസ് ഇഷ്യൂൻ്റെ പാർട്ടിൽ ഇത്രേ വരുന്നുള്ളൂ. ക്യാപിറ്റൽ ആണെങ്കിലും റവന്യൂ ആണെന്നുണ്ടെങ്കിലും ഏത് പ്രോഫിറ്റാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഡിഡക്റ്റ് ചെയ്യുന്നതിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ക്യാപിറ്റൽ ഐറ്റത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുക, അതുപോലെ റവന്യൂ ഐറ്റത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുക എന്നുള്ള ഡിഫറൻസ് അല്ലാതെ നെക്സ്റ്റ് എഫക്റ്റ് വരുന്നത് രണ്ടിലും സെയിം ആണ്. ഒന്ന് കോസ്റ്റ് ഓഫ് കൺട്രോളിലാണ് എഫക്റ്റ് വരുന്നത്, 2 മൈനോറിറ്റി ഇൻട്രസ്റ്റിലാണ് എഫക്റ്റ് വരുന്നത്. ബാലൻസ് ഷീറ്റിൽ നമുക്ക് ഈ ഒരു ബോണസ് ഇഷ്യൂ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ പോലെ തന്നെ നമ്മൾ ഫിക്സഡ് അസറ്റും ഐറ്റംസും എഴുതിയതിന് ശേഷം ലയബിലിറ്റി സൈഡും കൂടെ മാച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമേ വരുന്നുള്ളൂ. ഇതിന് നമുക്കൊരു വെർട്ടിക്കൽ ഫോമാറ്റിലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ വർക്കൗട്ട് ചെയ്ത് നോക്കാം.